എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. 2025 നമ്മളെ പോയിരിക്കുന്നു. 2026 നമ്മളിലേക്ക് കടന്നു വരിക. സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. വരും വർഷങ്ങളിലും ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഒരുമിക്കാം. കഴിഞ്ഞ വർഷം ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പല തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും സന്തോഷങ്ങളും പലവിധമായുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നുപോയി. അത് പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തി നമ്മൾ ഇന്ന് 2026 നമ്മൾ കയറുവാൻ തുടങ്ങുകയാണ്. നമുക്ക് സന്തോഷത്തിൻ്റെ അനുഭവമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് വിശ്വസ്തയോടുകൂടെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്താണ് ഈ പുതുവത്സരം എല്ലാവരും ഇത്ര ഭംഗിയായിട്ട് ആഘോഷിക്കുന്നത് എന്ന്. ആ അമ്മ ആ കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞേ, നമുക്ക് ദൈവം തന്ന ഉപകാരങ്ങൾക്ക് നമ്മൾ ദൈവത്തോട് നന്ദി കരയറ്റുന്ന ഒരു ദിവസമാണ് ഇന്ന്. അത് നമ്മൾ ആഘോഷിക്കുന്നതാണ് ഇങ്ങനെ എന്ന്. എൻ്റെ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ന്യൂ ഇയർ ഞങ്ങൾ ആഘോഷിക്കുന്നത് പള്ളിയിലാണ് ഞങ്ങൾ ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്നത്. ഇന്നും പോകണം. ഈ ന്യൂ ഇയറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു വിഷമമുള്ള അനുഭവം കൂടിയുണ്ട്. ഞങ്ങളുടെ പിതാവിൻ്റെ മരണം. അതും ഇതുപോലെ ഒരു ന്യൂ ഇയർ രാവിലെ ആയിരുന്നു. മറക്കാനാവാത്ത പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമേ അത് സഹിക്കാനുള്ള ശക്തി നമ്മളിൽ തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ.